ഫിഫ ലോകകപ്പിൽ കരുത്തരായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചുകെട്ടി 52 വർഷത്തിനു ശേഷം ലോകകപ്പ് കളിക്കുന്ന കോങ്കോ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ആദ്യ പകുതിയിലായിരുന്നു 2 ഗോളുകൾ. റാങ്കിങ്ങിലും പേരുകേട്ട താരങ്ങളിലുമല്ല കാര്യം. കളി ജയിക്കണമെങ്കിൽ ഗോളുകൾ തന്നെ വേണം. ഫുട്ബോളിലെ ഈ ബേസിക് തിയറി 90 മിനിറ്റ് കൊണ്ട് കോങ്കോ ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂട്ടുകാരെയും പഠിപ്പിച്ചു. 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകവേദിയിൽ പന്തു തട്ടാനെത്തിയ കോങ്കോ നേടിയത് വിജയത്തോളം പോന്ന സമനിലയും വിലയേറിയ ഒരു പോയിന്റും. തുടക്കം മുതൽ കണ്ടത് ആക്രമിച്ച് കളിക്കുന്ന പോർച്ചുഗലിനെ. അതിന്റെ ഫലം 6-ാം മിനിറ്റിൽ തന്നെ കിട്ടി. ഇടതുവിങ്ങിൽ നിന്ന് പെഡ്രോ നെറ്റോ നൽകിയ ക്രോസ് ഉഗ്രനൊരു ഹെഡറിലൂടെ യാവോ നെവസ് കോങ്കോ വലയിലെത്തിച്ചു. ഗോൾ വീണതോടെ കോങ്കോ പ്രതിരോധം കടുപ്പിച്ചു. മധ്യഭാഗത്തെ മേധാവിത്വം ഗോളിലേക്ക് എത്തിക്കാൻ പോർച്ചുഗലിനായില്ല. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോങ്കോ കാത്തിരുന്ന നിമിഷം. കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് പോർച്ചുഗൽ താരങ്ങൾക്കിടയിലൂടെ ഉയർന്നു ചാടിയ യോനെവിസ ഗോളി ഡിയേഗോ കോസ്റ്റയും കീഴടക്കി വലയിലാക്കി. ലോകകപ്പ് ചരിത്രത്തിലെ കോങ്കോയുടെ ആദ്യ ഗോൾ. ലീഡ് ഉയർത്താൻ പോർച്ചുഗൽ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും കോങ്കോ പ്രതിരോധം ഇളകാതെ നിന്നു. 6-ാം ലോകകപ്പിനിറങ്ങിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോശം പ്രകടനവും പറങ്കിപ്പടയ്ക്ക് തിരിച്ചടിയായി. മത്സരത്തിലാകെ താരത്തിന് പന്ത് തൊടാനായത് 25 തവണ മാത്രം. അടിച്ച 3 ഷോട്ടിൽ ഒന്നുപോലും ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാനുമായില്ല. ചൊവ്വാഴ്ച ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് പോർച്ചുഗലിന്റെ അടുത്ത മത്സരം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.